കാടപ്പൂച്ചേ കാടപ്പൂച്ച ചെയ്യാം. നല്ല രസമുള്ള കണ്ണിലെ പൂച്ച നിന്ന് തരുന്നു നമുക്ക് വീഡിയോ. നല്ല രസം നോക്കിയാ പോവാ. പൂച്ചക്ക് ചാറ്റെടുക്കുക. അമ്മിക്കുട്ടി എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ നമ്മളെ കരിപ്പൂരി എയർപോർട്ട് റോഡ് അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ് പറയുന്ന. പ്രകൃതി രമണീയം അല്ല പൊന്നെ, അടിപൊളിയാ. ഈ ക്ലൈമറ്റും നല്ലൊരു വെതർ അല്ലേ? പുഷ്പക്ക് ബാറും. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളുടെ അമ്രിക്കുട്ടിക്ക് എന്ത് വാങ്ങാനാണ് പോണത് മുത്തേ? എന്താ വാങ്ങണം മുത്തേ? വാട്ടർ ബോട്ടിൽ വാങ്ങാൻ ഞങ്ങള് മലപ്പുറത്ത് കോഴിക്കോട്ടേക്ക് പോവാണ്. ഇങ്ങനത്തെ ടീമിനെ ഞങ്ങൾ കണ്ടിണ ഗൈസ്. അല്ല അമ്രിക്കുട്ടിയെ കണ്ടിണ ഗൈസ്? ചോയ്ക്ക് അമ്രിക്കുട്ടിനെ കാണില്ലല്ലോ. തിരിഞ്ഞു ചോദിക്കുക. കണ്ടിണ ഗൈസ് ചോയ്ക്ക്. കണ്ടിണ ഗൈസ്. വാട്ടർ ബോട്ടിൽ വാങ്ങാനും വേണ്ടി മയത്ത് റൈഡ് പോകാനേ വിചാരിച്ചു. അപ്പൊ ഞങ്ങള് മയത്ത് പോകണമെന്ന് വിചാരിച്ചപ്പോ മഴ പെയ്യുന്നില്ല. ചുവപ്പ് മഴ വരുന്നുണ്ട് ഇവിടെ. പക്ഷെ ഇവിടൊക്കെ മഴ പെയ്തു കേട്ടോ. പക്ഷെ ഞങ്ങൾ കിടത്തി പോത്തിന് ആ പെയ്യലൊക്കെ നമ്മൾ കിടത്തി പോത്ത് മഴ പെയ്യലൊക്കെ. ടെൻഷൻ അടിക്കണ്ട, നല്ല മഴയാണ്. ഞാൻ അവിടുന്ന് കോഴിക്കോട് എത്തി, കോഴിക്കോട് ജില്ല എത്തി. അപ്പൊ ഞങ്ങള് കാര്യമായിട്ട് എന്തിനാ പോകുന്നതെന്ന് വെച്ചാല് പെരുന്നാൾ അടുപ്പിച്ച് പെരുന്നാൾ പർച്ചേസിംഗും സ്കൂൾ പർച്ചേസിംഗും കൂടി ഞങ്ങള് ഒരുമിച്ചാക്കാം. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഹൈലൈറ്റ് മാളില് ഒരു സ്കൂൾ ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് കണ്ടിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞു വെച്ചിന് അവിടെ കുറെ നല്ല നല്ല ക്വാളിറ്റി ഐറ്റംസുകൾ കണ്ടപ്പോ നമ്മൾ എന്ത് പറഞ്ഞു വെച്ചാൽ നമ്മളെ അമ്പിക്കുട്ടിക്ക് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നേ. അപ്പൊ ആ വാക്ക് പാലിക്കാനും വേണ്ടിയിട്ടാണ് നമ്മള് മാളിൽ പോകും. പക്ഷെ അത് വാങ്ങിക്കാനും മാത്രമായിട്ടല്ല, വെറുതെ ഇന്ന് സൺഡേ ആണ്. അപ്പൊ നിങ്ങള് അങ്ങനെ ഒരു ഭ്രാന്തിന് ചിന്തിക്കണ്ട. റൈഡ് ഇന്ന് സൺഡേ ആണ്. അപ്പൊ അങ്ങനെ അമ്രിക്കുട്ടിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാത്തിനും പാടെ ഇങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. ലൈശോ അമ്രിക്കുട്ടി നമ്മൾ എങ്ങോട്ടാ പോണേ പറയേ? റോഡൊക്കെ നല്ല ഉഷാറായോണ്ട് വാട്ടർ ബോട്ടിൽ മാത്രം മതി. റോഡൊക്കെ ഉഷാറായോണ്ട് യാത്ര നല്ല സുഖമാണ്. ലക്ഷ്യോ ഇപ്പൊ കേട്ടോ ഒന്നുമില്ല. റോഡ് അവിടെ ഇവിടെയും എന്താ ഇടിഞ്ഞു വീഴേണ്ട സംഭവമൊക്കെ ശരിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് എടുത്ത് പറയേണ്ട ഒരു സംഗതിയാണ്. ഇത് രാമനാട്ടുകരനുള്ള ഈ ബൈപ്പാസ് റോഡ് അടിപൊളി. ഇത് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാല് രാമനാട്ടിലുള്ള ഈ ഹൈവേ റോഡ് നല്ല സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ലക്ഷ്യോ? ഭയങ്കര ഉപകാരമായിട്ടുണ്ട് അല്ലെ? സുഖം പോകാനല്ലേ. ഗിയർ ഫിഫ്ത്ത് കണ്ടിട്ടാണ് ആക്സിലേറ്ററിന്റെ കാര്യം വെച്ച് സ്റ്റാറിങ് തന്നെയാണ് പോകുന്നതൊക്കെ. അമ്മക്ക് ഇഷ്ടമായ റോഡ്. അമ്മക്ക് ഒരു ഉഷാറില്ല, അമ്മക്ക് പനിക്കുണ്ട്. നമുക്ക് ഒരു ഉഷാർ ഓണറിയില്ലല്ലോ. കടക്കണമെങ്കിൽ സ്ഥലം എൻട്രിക്ക് ഒരു സ്ഥലം അങ്ങനെയൊക്കെ ഇവിടെ എൻട്രി ഓൾറെഡി. ഞങ്ങളെ ഒരു കട്ട ബ്ലോക്കിൽ എത്തിയിരിക്കുകയാണ്. അല്ല അമ്രിക്കുട്ടിയെ ഞങ്ങളെവിടെ എത്തിയേ? ബ്ലോക്ക്, നല്ല ബ്ലോക്ക് അല്ലേ? എന്താണ് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് മുത്തേ? എന്താണ് ബ്ലോക്ക് കണ്ടപ്പോഴേ തോന്നി ബ്ലോക്ക് ഉണ്ടാവും. അവിടെ എല്ലാരും നല്ല പോലെ ഇവിടെ പോസ്റ്റ് ആയിട്ടോ. എന്താണ് മുത്തേ എങ്ങനെ ബ്ലോക്ക്? എന്നാലും പറയ് മുത്തേ, എന്താണ് ബ്ലോക്ക്? നോക്കിയാ സുന്ദരി നോക്കിയാ ആയിക്കോട്ടെ. അത് അങ്ങോട്ട് പോണ വണ്ടിയാ. ഐ ഡോണ്ട് നോ ഇത് എന്താന്ന് എനിക്ക് അറിയില്ല. അറിയുന്നവരത് പറയട്ടെ ഗൈസ്. ടോളല്ല, ടോൾ അപ്പുറത്ത് വേറെ ഉണ്ട്. എന്താ സംഭവം? നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും വലിയ അറിവുണ്ടെങ്കിലും ഒന്ന് പറയട്ടോ. എന്താന്നൊരു ഐഡിയ ഇല്ല. ഇത് വിളിച്ചില്ല. പക്ഷെ ഇത് ടോളാണ്. ഈ കാണും പത്തു അതേപോലെ ഉണ്ടാക്കണേ. അതാണ് ടോളി.
വേറെ ടോളല്ലേ? അത് മറ്റേ അതേപോലത്തെ സംഭവമല്ലേ? ഇത് ടോളല്ലല്ലോ. ഏതാ ടോള്? ടോളാന്ന് തോന്നുന്നുണ്ടടാ. ഇതിന്റെ ടോൾ എടുക്കാതെ പുറത്തു കൂടിയാ ഒരു റോട്ട് മതിൽ ഒരു വര പോലെ അവിടുന്ന് കേട്ട് മഴ മഴ. ഇതെന്താ വെള്ളം പാറ്റ് വന്നിട്ടുണ്ട് കണ്ണ് കാണാതെ പറ്റുന്ന മഴ കേട്ടോ. മഴ പെയ്യില്ലാതെ സങ്കടം പോയി. വേണ്ടോ ശ്രദ്ധിച്ച് ഹൈലൈറ്റ് മാർക്ക് എത്തിയിട്ട് എത്ര മണിക്കൂറായിക്കാം? എത്തിയിട്ടില്ല. ഇവിടെ ഉഷാർ ആളുകളാണ് ട്രാഫിക് നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല ലാഗാണ് ഹൈലൈറ്റിന്റെ അവിടെ. അരമണിക്കൂറിലേറായി. നമ്മള് 3:20 ഇവിടെ എത്തിക്കണ്. 4 മണി കഴിഞ്ഞപ്പോ അരമണിക്കൂർ 1 മണിക്കൂർ ആവാനേ. അത് എവിടെ അറിയോ? ഹൈലൈറ്റിന്റെ അവിടെ പുതിയ പാലം വന്നിട്ടുണ്ട്. അതിന് താഴെയുള്ള ചെറിയ റോഡ് അവിടുന്ന് ഒരു ചെറിയ 1/2 കിലോമീറ്ററിന്റെ അടുത്ത് ഹൈലൈറ്റിക്ക് ഉള്ളൂ. ആ പാലത്തിന്റെ താഴെ കൂടി അവിടെയാണ് ഈ 1 മണിക്കൂർ എടുത്ത് നിൽക്കുന്നത്. കാരണം ഹൈലൈറ്റിക്ക് കയറുന്ന ആ റോഡിന്റെ അവിടെ ഉള്ള ബ്ലോക്ക് കൊണ്ട് കേട്ടോ. അല്ലേ ഗൈസ്, അങ്ങനെ ബാഗിന്റെ ഉള്ളിൽ കയറി. ബാഗിന്റെ ഉള്ളിലത്തെ മഞ്ഞുമല ഗൈസ് അടുത്ത ആഴ്ച കേട്ടാ വന്നിട്ടുണ്ട്. ഞാൻ വന്നാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാക്കിയോട്ടെ ഗൈസ്. അങ്ങനെ ഷോപ്പിൽ തൊങ്ങി ഗൈസ്. അത് തന്നെ ഇന്ന് ബുക്കിൽ പോയാണ് പോത്തിയെ വാങ്ങിയിട്ട് ഗൈസ്. ഒക്കെ പച്ചയുടെ സെറ്റ് ചെയ്തത് എനിക്ക് ഇഷ്ടമായിരുന്നു. നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാൻ പാട്ടുപൊട്ടി വാങ്ങി ഗൈസ്. ആയത് വാങ്ങാൻ വിചാരിച്ചത്, പക്ഷെ ഞങ്ങള് പിന്നെ വേറെ വാങ്ങി. പിപ്പിയിൽ കോപ്പി കൂടെ വാങ്ങി ഗൈസ്. പേപ്പച്ച് പിന്നെ ഇത് കേട് നോക്കാണ് ഈത്തി നോക്കി ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്റെ കൂടെ? പിന്നോട് പരിപാടി ഇന്ത്യയില് കഴിച്ചു എനിക്ക് ഇഷ്ടമല്ലേ പാട്ട്. എനിക്ക് ആ പാട്ട് നല്ല ഇഷ്ടമായി. അമ്പിക്കുട്ടിയെ അങ്ങനെ അമ്പിക്കുട്ടിക്ക് നല്ല അടിപൊളി ഡ്രസ് കിട്ടിയ വിചാരിക്കാത്ത ഡ്രസ് കിട്ടിയ അപ്പൊ എല്ലാതും കഴിഞ്ഞു. നമ്മൾ വിചാരിച്ച എല്ലാ ഷോപ്പിംഗും നടന്നു അല്ലേ? എല്ലാ ഷോപ്പിംഗും നടന്നു. ഞാന് കൊറേ അവിടെ ഇങ്ങനെ കറങ്ങി അവസാന ഘട്ടത്തിലാണ് സംഭവങ്ങളൊക്കെ കണ്ടത്. അതുവരെ കണ്ടില്ല. അതായത് ഇനിയിപ്പോ മതി പോയ ടയേർഡായപ്പോ സംഭവങ്ങളൊക്കെ എല്ലാ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ട്. അത് സത്യം. ഞാൻ ഇന്റെ മഴ പെയ്യണില്ല പൈപ്പൊക്കെ തീർന്നിട്ടേക്കാം. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നപ്പോ ഒരു ബ്ലോക്കും ഇല്ലാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഐശോ. ഒരു ബ്ലോക്കും ഇല്ലാതെ കഴിച്ചിരിക്കുകയാണ് ഗൈസ്. ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല മഴയാണ് പുറത്ത്. ഐശോ നല്ല പൊളി മഴ, നല്ല വൈബ്. അമ്മിക്കുട്ടിയെ ഒരു പാട്ട് പാടി മുട്ടേ. അങ്ങനെ ഐശുവിന് ഹനാൻഷാനെ കാണണം എന്നുള്ള പൂജയാണ് കഴിഞ്ഞു. ഹനാൻഷാനെ ഈ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത്. അടിപൊളി ക്യാരക്ടറല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. ആ സ്റ്റേജിൽ വന്നപ്പോൾ നോക്കിയാൽ നല്ല എളിമയോട് കൂടി, നല്ല താഴ്മയോട് കൂടി. അമ്പിക്കുട്ടിക്ക് ആകെ ടയറാണ്. ഒന്നാമത് സുഖമില്ല, അതാണ്. അമ്പിക്കുട്ടിയൊന്നും ഉണ്ടാത്തേ നല്ല ഉഷാറായ നല്ല മഴയാണ്. എല്ലാ ബ്ലോക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട്. ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഉണ്ടാവാൻ ഇവിടെ ഉണ്ടാണ്ടിയാലേ സൺഡേ ആണ്, അത് പറയാൻ പറ്റൂല. ബ്ലോക്ക് ഉണ്ടോ ഇവിടെ ഇല്ലെങ്കിൽ ഇനി ഇവിടെ ഉണ്ടാവൂല കേട്ടോ.
കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റോഡ് ഉഷാറല്ല. ഇവിടെ എന്തോ ആക്സിഡന്റ് ആയിരുന്നു, ആരോ വീണു. അതെ, മഴയല്ലേ, ബാക്കിന്റെ വണ്ടിക്കാരൻ തട്ടിയാ തോന്നുന്നത്. അങ്ങനെ നോക്കിക്കണം. എനിക്ക് അടിപൊളി ഒക്കെ വാങ്ങി ഗൈസ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അടിപൊളി പോകാനായിട്ട് പിന്നെ കാണാം. ഓക്കെ ബൈ.